മൊബിലിറ്റി മേഖലയിൽ നിക്ഷേപകർക്ക് മികച്ച കേന്ദ്രമാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന യാത്രയിലേക്കുള്ള ഇന്ത്യയുടെ മൊബിലിറ്റി മേഖലയുടെ വളർച്ച വലിയ ഘടകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കഴിഞ്ഞ ബജറ്റിൽ 11 ലക്ഷം കോടി രൂപയാണ് അനുവദിച്ചത്. ഇതിന്റെ ഫലമായി മികച്ച റോഡുകളാണ് ഇന്ന് രാജ്യമെമ്പാടുമുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 2.5 കോടിയിലധികം കാറുകളാണ് ഇന്ത്യയിൽ വിറ്റഴിഞ്ഞത്. യാത്രാവാഹന വിപണിയുടെ കാര്യത്തിൽ ഇന്ത്യ ലോകത്ത് 3-ാം സ്ഥാനത്താണ്. ഇന്ത്യൻ ഓട്ടോമൊബൈൽ മേഖലകൾക്ക് മികച്ച സംഭാവനകൾ നൽകിയ രത്തൻ ടാറ്റ, ഒസാമ സുസുക്കി തുടങ്ങിയവരെ ഈ അവസരത്തിൽ ഓർക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. पिछले वर्ष के बजट में इंफ्रास्ट्रक्चर के निर्माण के लिए 11 लाख करोड़ रुपए से अधिक रखे गए थे. आज भारत में मल्टी लेन हाईवे का, एक्सप्रेसवे का जाल बिछ रहा है. पीएम गति शक्ति नेशनल मास्टर प्लान से मल्टीमोडल कनेक्टिविटी को गति मिल रही है. इससे लॉजिस्टिक कॉस्ट कम हो रही है. नेशनल लॉजिस्टिक पॉलिसी की वजह से भारत दुनिया में सबसे कॉम्पिटिटिव लॉजिस्टिक कॉस्ट वाला देश होने वाला है. इन सारे प्रयासों की वजह से ऑटो इंडस्ट्री के लिए संभावनाओं के अनेक नए द्वार खुल रहे हैं. देश में गाड़ियों की डिमांड बढ़ने के पीछे भी ये भी एक बड़ी वजह रही है. साथियों, आज अच्छे इंफ्रास्ट्रक्चर के साथ साथ नई टेक्नोलॉजी को भी इंटीग्रेट किया जा रहा है. फास्टैग से भारत में ड्राइविंग एक्सपीरियंस काफी आसान हुआ है. नेशनल कॉमन मोबिलिटी कार्ड से भारत में सीमलेस ट्रैवल के प्रयासों को और बल मिल रहा है. अब हम स्मार्ट मोबिलिटी की तरफ बढ़ रहे हैं. ഈ വർഷം കൂടുതൽ വിപുലമായാണ് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ സംഘടിപ്പിക്കുന്നത്. ഇന്ത്യൻ ഓട്ടോമൊബൈൽ മേഖലയ്ക്ക് വളരെ ശോഭനമായ ഭാവിയാണ് മുന്നിലുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭാരത് മണ്ഡപം, യശോഭൂമി, ഗ്രേറ്റർ നോയിഡ എന്നിവിടങ്ങളിലായി ഈ മാസം 22 വരെയാണ് എക്സ്പോ നടക്കുന്നത്. 20-ലധികം സമ്മേളനങ്ങളും പ്രദർശനങ്ങളും വിവിധ വേദികളിലായി നടക്കും. വിവിധ വ്യാവസായികളെ പ്രാദേശിക മേഖലകളുമായി സഹകരിപ്പിക്കുന്നതിനുള്ള നയങ്ങൾ രൂപപ്പെടുത്തുക എന്നതും എക്സ്പോയുടെ ലക്ഷ്യമാണ്. വിവിധ ശൃംഖലകളെ ഒരു കുടക്കീഴിൽ ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ എഞ്ചിനീയറിംഗ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്.